ഹായ്, നമസ്കാരം. ടൈറ്റിൽ കണ്ടല്ലോ അല്ലേ? സിമ്പിളൊരു പരിപാടിയാണ്, വലിയ കാര്യമായ സംഗതികളൊന്നുമില്ല. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഞാൻ ഇതുപോലെയുള്ള GI പൈപ്പിൻ്റെ സ്റ്റാൻഡുകൾ, ഇതുപോലെ GI പൈപ്പ് 2 അറ്റാച്ച് ചെയ്യുന്ന സ്റ്റാൻഡുകളിലാണ് ഞാനിതുപോലെ എൻ്റെ ചെടിച്ചട്ടികൾ വെച്ചിരിക്കുന്നത് എന്ന് നേരത്തെ ഉള്ള നമ്മളെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. അതുപോലെ 4 കാലുകളുണ്ട്, 2 സെക്ഷനുണ്ട്. ഇതുപോലെ 4 കാലുകളാണുള്ളത്. ഈ 4 കാലുകളും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതിനിടയിലേക്ക്, ആ പൈപ്പിൻ്റെ പോർഷനിടയിലേക്ക് ഒരു ചെറിയ 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു പൈപ്പ് ഞാൻ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത ഒരു സീൻ വരുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി ഇത് വിസിബിൾ ആവും. അതിലേക്ക് നമ്മൾ വെള്ളം അല്ലെങ്കിൽ കരിയോയിൽ ഒഴിച്ചിടുകയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഉറുമ്പുകളെ ഈ ചെടികളിലേക്ക് കയറാതിരിക്കാനായിട്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. നിങ്ങളിതുപോലെ സ്റ്റാൻഡുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാകും. ഇതുപോലെയാണ് പൈപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ള് വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ 2 കാലുകൾ നന്നായിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ട് ഇതേപോലെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇത് പൈപ്പ് തന്നെ വേണമെന്നില്ല, അതുപോലെ തന്നെ വെള്ളം തങ്ങി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പൈപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിനിടയിൽ ഞാൻ നന്നായിട്ട് ഗ്രൗട്ട് ഒഴിച്ച് മിനുസപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് താഴേക്ക് പോകും. കരിയോയിലാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് താഴേക്ക് പോകില്ല. വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് താഴേക്ക് പോകും. കരിയോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ യൂസ്ഡ് എഞ്ചിൻ ഓയിലാണ്. നമ്മൾ 2 വീലറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇനി അടുത്ത വർക്ക്ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് നമുക്കത് അവരോട് പറയാം, മാറിയ ഓയിൽ തിരിച്ചു തരണം. ഇതേപോലെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ അതുപോലെ തന്നെ ആ ഒരു കരി ഓയിൽ വെറുതെ ഒഴിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് കോട്ടൺ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഞാനത് ഒഴിച്ചിരിക്കുന്നത്. അതായത് ഈ കോട്ടൺ വേസ്റ്റ് ഇത് അബ്സോർബ് ചെയ്യും. അപ്പോൾ കരിയോലിൻ്റെ ക്വാണ്ടിറ്റി കുറേ കഴിയുമ്പോഴേക്കും കുറയും. ഒരു മാസത്തിലൊരിക്കലും നമ്മളൊന്ന് ടോപ്പപ്പ് ചെയ്യണം. ഇൻ കേസ് നമ്മൾ മറന്നു പോവുകയാണ് എങ്കിൽ കൂടിയും ആ കോട്ടൺ വേസ്റ്റ് അതിൽ കിടക്കുന്നത് അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കരിയോയിൽ. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു പ്രസൻസ് അതിലുണ്ടാവും, ഉറുമ്പുകൾ അടുക്കാതിരിക്കും. നമ്മൾ ഒരു ഇനാക്റ്റീവാണ് ചാനൽ കുറേ ആയിട്ട്. പക്ഷെ നമ്മളിനി ഇപ്പം ഞാൻ ക്വാറന്റൈനിലാണ്. എൻ്റെ ഫാദർ പോസിറ്റീവായി, കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ക്വാറന്റൈനിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു വീഡിയോസ് ഇപ്പം പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു ചേനയാണ്, ടെറസിലെ ചേന ചെയ്യുന്നതുണ്ട്. അതുപോലെ നമ്മുടെ മാതളം ഇങ്ങനെ ആയി വരുന്നു. കായൊക്കെ നമുക്ക് ഫോം ചെയ്ത് കിട്ടിയിട്ടുണ്ട്, 1-2 കായ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ ചോയ്സാണ്.